ഹലോ ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അത് വീട്ടിൻ്റെ പണിയുമായിട്ടുള്ള വീഡിയോ ആണ്. ഇപ്പോൾ 2 വീഡിയോ ഞാൻ ആദ്യമേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഇപ്പോൾ വീട്ടിൻ്റെ സെൻസൈഡാണ്. വീട്ടിൻ്റെ സെൻസൈഡ് കോൺക്രീറ്റ് ആണ്. അപ്പോൾ ഇന്നലെ സെൻസൈഡ് കോൺക്രീറ്റ് കഴിഞ്ഞായിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ പണി ഇത് കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിൽ ഒരു 7-8 ദിവസം രണ്ട് നേരവും വെള്ളം വീത്താനാണ് മേസ്തിരി പറഞ്ഞിരുന്നത്. അപ്പോൾ അതുപോലെ വെള്ളം വീത്താനായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ എനിക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വീട്ടിൻ്റെ ഏകദേശം പണി ഇങ്ങനെ തുടങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് കണ്ടുകൊണ്ട് പോകണം. എന്നാൽ മാക്സിമം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്താലേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും. വീഡിയോയിലേക്ക് പോകാം. വെള്ളം പൈപ്പൊന്നും സെറ്റ് ചെയ്യാത്തതുകൊണ്ട് വെള്ളമില്ല. ഇവിടെ നിന്ന് ഒരു ചെറിയൊരു തോട് പോലെ ഉണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ഈ വെള്ളമൊക്കെ എടുത്ത് ഈ പണിക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ വേറെ പൈപ്പ് കണക്ഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. പണിയൊക്കെ ഏകദേശം ഒന്നൊന്നും പറയാൻ പറ്റില്ല. കുറച്ച് പണിയേ ഇതുവരെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് കോൺക്രീറ്റ് സൈഡ് കോൺക്രീറ്റ് ആയിരുന്നു, സെൻസൈഡ് കോൺക്രീറ്റ്. അപ്പോൾ വെള്ളം തളിക്കാനായിട്ട് മേശരി പറഞ്ഞായിരുന്നു. അപ്പോൾ വെള്ളം തളിക്കാൻ നമുക്കിവിടെ പൈപ്പൊന്നും സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഒരു ചെറിയൊരു തോട് പോലെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നത്, കോരി എടുക്കണം. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ആദ്യത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഗവൺമെൻറ് സർക്കാർ നമുക്ക് തന്ന ഭൂമിയിൽ നമ്മൾ വീട് വയ്ക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ അവർ ഒരു തുടക്കം കുറച്ച് തരും വീട് വെക്കാനായിട്ട്. അപ്പോൾ ബാക്കി നമുക്ക് പൈസ വേണമല്ലോ. അങ്ങനെ വെക്കാനുള്ള പൈസ ഞങ്ങളുടെ ഇല്ലേണ്ടാണ്. അപ്പോൾ എല്ലാ ബുദ്ധിമുട്ടും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ വാടക കൊടുക്കണം, അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടൊക്കെ നമുക്കുണ്ട്. ഭർത്താവ് ഹോട്ടൽ പണിയാണ് ചെയ്യുന്നത്. അപ്പോൾ സംസാരിക്കത്തില്ല. അപ്പോൾ ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നവർ എല്ലായിടത്തും പോയി പൈസയൊക്കെ കടം ചോദിച്ചാൽ ഒരാളും തരത്തില്ല. അപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ട്, എങ്ങനെ തിരിച്ചു കൊടുക്കും എന്നുള്ള ഒരു ഇതൊക്കെ അവർക്ക് മനസ്സിലുണ്ടാവും. അപ്പോൾ എല്ലാ ബുദ്ധിമുട്ടും. അപ്പോൾ വീട് വയ്ക്കുമ്പോൾ ഒരുപാട് പൈസ ചിലവാണ് നമുക്ക്. അപ്പോൾ അതിനനുസരിച്ച് വീട് വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് ബുദ്ധിമുട്ടെന്ന്. അപ്പോൾ എങ്ങനെയാണോ എന്തോ ഇനിയുള്ള സമയം വീട് വെച്ച് എങ്ങനെ പെട്ടെന്ന് കയറാമെന്നുള്ളൊരിതാണ്. പക്ഷേ നമുക്ക് അതിനുള്ള ബഡ്ജറ്റൊന്നും ഇല്ല. ഒരാളെ ജോലിയിലാണ് അങ്ങനെയൊക്കെ പോകുന്നത്. ഇതൊരു റൂമാണ്. അപ്പോൾ ഇത്ര ആയിട്ടേ ഉള്ളൂ വീട്ടിൻ്റെ പണി. അപ്പോൾ ഇനി ഒരുപാട് പണികളും ഉണ്ട്, ഒരുപാട് പൈസ ചിലവും ഉണ്ട്. ഇനി വീട്ടിൻ്റെ മട്ടം എന്ന് പറയണത് ഇനി 3 വരി 4 വരി കല്ല് ഇതിൻ്റെ മുകളിലായിട്ട് സെറ്റ് ചെയ്യാനുണ്ടെന്നാണ് പറയണത്. 3-4 വരി കല്ല്. അപ്പോൾ കുറേ പാടുള്ള കാര്യം തന്നെയാണ് ഈ വീട് വയ്ക്കണ പണി.